കാസർഗോഡ് നീലേശ്വരം നഗരസഭയുടെ വാതക ശ്മശാനത്തിന്റെ പ്രവർത്തനം നിലച്ചിട്ട് 3 മാസം പിന്നിടുന്നു. അറ്റകുറ്റപ്പണി നടത്താൻ അടച്ചിട്ട ശ്മശാനം തുറന്ന് പ്രവർത്തിപ്പിക്കാൻ അധികൃതർ താൽപര്യമെടുക്കുന്നില്ല എന്നാണ് ആക്ഷേപം. നഗരസഭയുടെ അനാസ്ഥയ്ക്കെതിരെ കടുത്ത പ്രതിഷേധമാണ് നാട്ടിലുയരുന്നത്. കാസർഗോഡ് നീലേശ്വരം നഗരസഭയുടെ വാതക ശ്മശാനത്തിന്റെ പ്രവർത്തനം നിലച്ച് 3 മാസമായിട്ടും പ്രവർത്തനം തുടങ്ങാൻ അധികൃതർ അനാസ്ഥ കാണിക്കുന്നുവെന്ന ആരോപണമാണ് ഇപ്പോൾ ശക്തമാകുന്നത്. ഏറെ പ്രാധാന്യത്തോടെ പരിപാലിക്കപ്പെടേണ്ട പൊതുസ്ഥാപനങ്ങളോട് അധികൃതർ കാണിക്കുന്ന കടുത്ത അനാസ്ഥയ്ക്ക് ഉദാഹരണമായി മാറിയിരിക്കുകയാണ് നീലേശ്വരം നഗരസഭയിലെ ചീറ്റക്കാൽ കുന്നിനു മുകളിലുള്ള വാതക ശ്മശാനം. 60 ലക്ഷം രൂപയോളം തുക ചെലവഴിച്ച് നിർമ്മിച്ച ശാന്തഗിരി വാതക ശ്മശാനത്തിന്റെ പ്രവർത്തനം കഴിഞ്ഞ 3 മാസമായി പൂർണ്ണമായും നിലച്ചിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് ആരോപണം. 2023 എം രാജഗോപാൽ MLA ഉദ്ഘാടനം നിർവഹിച്ച ശ്മശാനം കഴിഞ്ഞ 2 വർഷത്തോളമായി നഗരസഭ പരിധിയിലുള്ള കുടുംബങ്ങൾക്ക് ഉപയോഗപ്രദമായിരുന്നു. പരമ്പരാഗത രീതിയിൽ മൃതദേഹം സംസ്കരിക്കാനുള്ള ചിരട്ടയ്ക്ക് ക്ഷാമം നേരിട്ടു തുടങ്ങിയതോടെ നീലേശ്വരം നഗരസഭയിൽ നിന്ന് മാത്രമല്ല മറ്റു ദൂരസ്ഥലങ്ങളിൽ നിന്നും നിരവധി മൃതദേഹങ്ങളാണ് ഇവിടെ സംസ്കരിക്കാനായി എത്തിച്ചേരുന്നത്. എന്നാൽ ചെറിയൊരു അറ്റകുറ്റപ്പണി വന്നതിനെ തുടർന്ന് 3 മാസം മുൻപ് അടച്ചിട്ട ശ്മശാനം പിന്നീട് തുറന്നു പ്രവർത്തിക്കാൻ നഗരസഭ യാതൊരു താൽപര്യവും കാണിക്കുന്നില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. നീലേശ്വരം മുനിസിപ്പാലിറ്റിയിലെ ബോഡി മാത്രമല്ല, പല സ്ഥലത്തൊന്നും ബോഡി വന്നിട്ട് ഇവിടെ ദഹിപ്പിക്കാറുണ്ട്. മുനിസിപ്പാലിറ്റിക്ക് 3500 രൂപ ഒരു ബോഡി ദഹിപ്പിച്ചാൽ നമ്മൾ ഫീസ് അടക്കണം. അത് ST/SC വിഭാഗത്തിന് 3000 രൂപയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അതിനൊരു സ്ഥിരമായിട്ടൊരു സ്റ്റാഫും അവിടെയുണ്ട്. ഇത്രയൊക്കെ സംവിധാനം ഉണ്ടായിട്ടും ചെറിയൊരു അറ്റകുറ്റപ്പണി നടത്താൻ ഇതുവരെ മുനിസിപ്പാലിറ്റി അധികൃതർ തയ്യാറായിട്ടില്ല. അടച്ചിട്ടാൽ ശ്മശാനത്തിന്റെ മറ്റു ഭാഗങ്ങൾ കേടുവന്ന് നശിക്കുമെന്നും പ്രവർത്തിക്കാതിരുന്നാൽ തുരുമ്പെടുത്ത് കൂടുതൽ യന്ത്രഭാഗങ്ങൾ തകരാറിലാകുമെന്നും ആശങ്ക ഉയർന്നിട്ടുണ്ട്. നിലവിൽ ഈ പ്രദേശത്ത് ആരെങ്കിലും മരണപ്പെട്ടാൽ കിലോമീറ്ററുകൾ താണ്ടി ചിറപ്പുറം ഉൾപ്പെടെയുള്ള ദൂരസ്ഥലങ്ങളിൽ എത്തിച്ചു വേണം ശവസംസ്കാരം നടത്താൻ. ഈ ദുരവസ്ഥ അധികൃതരുടെ ശ്രദ്ധയിൽ പലതവണ പെടുത്തിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് ആരോപണം. അനാസ്ഥ അവസാനിപ്പിച്ച് അടിയന്തരമായ അറ്റകുറ്റപ്പണികൾ തീർത്ത് ശ്മശാനത്തിന്റെ പ്രവർത്തനം പുനരാരംഭിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് മലയാളം, കാസർഗോഡ്.